ഈ കെ സി വേണമല്ലോ നയിക്കുന്നത്. ഞാനിപ്പോൾ ഈ പാർട്ടി വിടാൻ്റെ പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴയിൽ മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചിത്തരഞ്ജൻ കെ സി വേണുവിന്റെ സ്ഥാനാർത്ഥിയാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പാർട്ടി വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. കെ സി വേണുഗോപാലും കമ്മ്യൂണിസ്റ്റ് ചില ദൈവദാസന്മാരും ചേർന്ന് ഫാക്ടറിയിൽ അദ്ദേഹത്തിന് ഇണങ്ങുന്ന ചിത്തരഞ്ജനും ഉണ്ടാക്കുക കമ്പനിയിൽ ആ ഫാക്ടറിയുടെ അകത്ത് ചിത്തരഞ്ജൻ അണങ്ങുന്ന ഒരു സാധനത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നാളെ വരും അത്. കെ സി വേണുവിന്റെ സ്ഥാനാർത്ഥിയാണ് ചിത്തരഞ്ജൻ. അതിന് ചില അന്തർധാരകളുണ്ട് എന്ന് ഞാൻ സൂചന തന്നിരുന്നു. ആ അന്തർധാരകളെ കുറിച്ച് തുറന്നു പറയണമെങ്കിൽ ഞാൻ തുറന്നു പറയും. അപ്പൊ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഷുക്കൂർ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞില്ലേ, ചിലത് തുറന്നു പറഞ്ഞെന്ന് പറയില്ലേ. എന്താ പറയാത്ത? ഷുക്കൂർ പറഞ്ഞില്ലേ ഞാൻ പറയാം, ഷുക്കൂർ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഈ അന്തർധാര നിങ്ങൾക്ക് പിടികിട്ടും. അദ്ദേഹം അന്തർധാരയുടെ സുഖമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു. ഇപ്പൊ ജിസ്മോനെ കൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നു, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി. ജിസ്മോൻ 3ാം സ്ഥാനത്തായിരിക്കും. ഞാൻ പറയുന്നു, ആലപ്പുഴയിൽ പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഹരിപ്പാട് മത്സരിക്കുന്ന ജിസ്മോൻ 3ാം സ്ഥാനത്തിന് പോകും. അതൊരു ചില ഏർപ്പാടിന്റെ അവിടെ നടന്നിട്ടുള്ള ഏർപ്പാടുകളാണ്. ഇപ്പോഴും അദ്ദേഹം നല്ല ഏർപ്പാട് ചെയ്യുന്ന ആളാണ്, നല്ല മാനേജരാണ്. ഇവരുടെ ഈ തുടർച്ചയായിട്ടുള്ള ഈ മാനേജ്മെന്റ് കൊണ്ടാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തച്ചരി പ്രഭാകരൻ തൂത്തുവാരി ഒരു സീറ്റ് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കാതിരുന്ന ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഒറ്റ MLA ആയിട്ട് മാറിയത്. ഈ കൊടുക്കൽ വാങ്ങലാണ്, പരസ്പരം ധാരണയാണ്, അന്തർധാരയാണ്, കൂട്ടുകച്ചവടമാണ്. ഈ പ്രിയപ്പെട്ട കെ സുധാകരൻ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ചോദിക്കുക, ആ ലിസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ. അന്തസ്സുണ്ടെങ്കിൽ ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ ലിസ്റ്റ് ജി സുധാകരൻ പുറത്തുവിടട്ടെ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെ ആ ലിസ്റ്റ് പുറത്തു വരട്ടെ. ആ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആരാ നിങ്ങൾക്ക് മനസ്സിലാവും. ഉന്നത നേതാക്കന്മാരാണ് ഓരോരുത്തർക്കും അവരുടെ. ഞാനിപ്പോ നിങ്ങളുടെ ആലപ്പുഴയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ആരിഫ് മത്സരിച്ചപ്പോ കാണിച്ച ശുഷ്കാന്തിയുടെ 10-1 എത്ര ഇരട്ടിയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനം എത്ര ഗംഭീരമാണ്. ആരിഫ് പാർലമെന്റ് മത്സരിച്ചപ്പോൾ ആ ഒരു കണ്ടില്ലല്ലോ, ഇത്ര ശുഷ്കാന്തി ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ അവിടെ പരമാവധി ഭൂരിപക്ഷം, ഞാനിവിടെ ചാർജുള്ള KPCC ജനറൽ സെക്രട്ടറിയാണ് ആലപ്പുഴ, എനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു എത്രമാത്രം മന്ദഗതിയിൽ നിഷ്ക്രിയമായിട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ ആ കമ്മ്യൂണിസ്റ്റ് നേതാവായ ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ അവിടെ കൈകാര്യം ചെയ്തത്. നിങ്ങൾ പരിശോധിച്ചോ അവിടെ. അതുകൊണ്ടാണ് അത്രയും വലിയ ഭൂരിപക്ഷം അവിടുന്ന് ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹരിപ്പാട് പോലും രമേശ് ചെന്നിത്തല വിജയിച്ച് MLA ആയിരിക്കുന്ന ഹരിപ്പാട് പോലും 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ സി വേണുഗോപാൽ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കടന്നു വന്നത്. പക്ഷെ ചിത്തരഞ്ജൻ MLA ആയിരിക്കുന്ന സ്ഥലത്ത് 11,000 അല്ലേ ഭൂരിപക്ഷം കിട്ടി. എനിക്ക് കിട്ടിയാലേ തെറ്റു പറയുകയല്ല, കൊടുക്കൽ വാങ്ങലാണ്, പരസ്പര സഹായമാണ്. അങ്ങനെ സഹായിക്കുമ്പോൾ ഇവരൊക്കെ മാത്രം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാർലമെന്ററി രംഗത്ത് തിളങ്ങുക, ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരെയും തീർക്കുക, അതെനിക്കറിയില്ല. അത് അങ്ങനെ പറയുന്നത് നിങ്ങളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വളരെ കഴിവുള്ള പത്രക്കാരാണ്, നിങ്ങളോട് എനിക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അതൊക്കെ പരിശോധിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ധാരാളം പേര് വരും. ആലപ്പുഴ ജില്ലയിൽ ഇലക്ഷന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഒഴുക്കൊണ്ടാകാൻ പോകുന്നത് BJPയിലേക്ക്. ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒട്ടനവധി കോൺഗ്രസ് നേതാക്കന്മാർ ആലപ്പുഴയുണ്ട്. അവരെല്ലാവരുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. BJP ആണ് സത്യസന്ധമായ രീതിയിൽ ഒരു പ്രതിപക്ഷ പ്രവർത്തനം കേരളത്തിൽ നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും 100 കണക്കിന് പേര് ആൾക്കാരുണ്ട്. അവരൊക്കെ ആയിട്ട് ആലോചിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി ഞാൻ.